ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായ അതായത് ഹൈദരാബാദി ദം ചായയാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ചായയാണ്, നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ. ഈ ചായയും ബൺ മസ്കയും നല്ലൊരു ഫീലാണ് കേട്ടോ കിട്ടുക. ആദ്യം തന്നെ നമുക്ക് ഇറാനി ചായ റെഡിയാക്കാം. അതിനുവേണ്ടി 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി വെള്ളത്തിലേക്ക് ഇട്ട് സോസ് പാൻ മൂടി വെക്കണം. അതിനുശേഷം ബിരിയാണിക്കൊക്കെ ദം ഇടുന്നത് പോലെ ഗോതമ്പ് പൊടിയോ മൈദയോ കുഴച്ച് ഇതുപോലെ ഒട്ടും ആവി പുറത്തു വരാത്ത രീതിയിൽ എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് തിളപ്പിക്കണം. ചായയുടെ കടുപ്പൊക്കെ നല്ല പോലെ ഇറങ്ങി വരണം. ചായ തിളച്ച് റെഡി ആവുന്ന ടൈം കൊണ്ട് ചായയ്ക്ക് വേണ്ട പാല് തിളപ്പിച്ചെടുക്കാം. 1/2 ലിറ്റർ പാല് ഒരു പാത്രത്തിലൊഴിച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം 4 ഏലക്കായ ചതച്ച് പാലിലേക്കിട്ട് പാല് തിളച്ചു വരുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി പാല് കുറുകി ഒഴിച്ചു കൊടുത്ത പാലിന്റെ പകുതി ആവുന്നതുവരെ തിളപ്പിക്കണം. കുറുകി വന്ന പാലിലാണ് ചായ റെഡിയാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആണ് ചായക്ക്. പാല് കുറുകി ഈ പരുവത്തിൽ വരുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റോളം ചായപ്പൊടി ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ദം ഒന്ന് പൊട്ടിച്ച് തുറന്നു നോക്കാം. ചായപ്പൊടിയുടെ കടുപ്പമൊക്കെ ഇറങ്ങി നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി സെർവിംഗ് ഗ്ലാസിന്റെ 1/4 ഭാഗത്തോളം ഈ ടീ ഡിക്കോഷൻ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. മധുരം നോക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഈ ഹൈദരാബാദി ദം ചായ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്തതായി ബൺ മസ്ക് റെഡിയാക്കാം. 50 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ അതായത് അൺസാൾട്ടഡ് ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ഈസി. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടറിന്റെ കളറൊക്കെ മാറി ചെറിയൊരു വൈറ്റ് കളർ പോലെ ആയിട്ടുണ്ട്. ഇതാണ് പാകം, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെ വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്യണം. അതിനുശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഒഴിച്ച് ക്രീം ഒരുപാട് ലൂസായി പോവരുത്. കുറേശ്ശെ ഒഴിച്ച് ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ബൺ മസ്കയിലേക്കുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൺ എടുത്ത് 2ആക്കി കട്ട് ചെയ്ത് ക്രീം ഉള്ളിൽ വെച്ച് കൊടുക്കാം. ക്രീം റെഡിയാക്കാൻ ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഉപ്പുള്ള ബട്ടറും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മിൽക്ക് മെയ്ഡും ഒക്കെ കൂടി ചേർന്ന് വേറൊരു ടേസ്റ്റ് വരും. ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ ക്രീമിന് ഒരു ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. 2 സ്ലൈസിലും ക്രീം വെച്ചതിന് ശേഷം ബണ്ണൊന്ന് ക്ലോസ് ചെയ്ത് സൈഡെല്ലാം കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ബൺ മസ്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് റിച്ച് ആണ്. വല്ലപ്പോഴൊക്കെ കഴിച്ച് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്